തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയുടെ തടവിൽ 382 പാക് പൗരന്മാരും 81 മത്സ്യത്തൊഴിലാളികളുമാണ് ഉള്ളത്. 53 ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാന്റെ തടവിലുള്ളത്. 193 മത്സ്യത്തൊഴിലാളികളും പാക് തടവിലുണ്ട്. സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് പട്ടിക ഇരു രാജ്യങ്ങളും കൈമാറുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വിശദമായ വിവരങ്ങൾ. അസിത, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ 2008 ഉഭയകക്ഷി കരാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും അവരുടെ തടവുകാരുടെ പട്ടിക ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ തടവിൽ പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള 382 പേരുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. 81 പാകിസ്ഥാനിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. അതേസമയം 53 ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാന്റെ പിടിയിലുള്ളത് എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ നൽകിയിട്ടുള്ള വിവരത്തിൽ നിന്നും അല്ലെങ്കിൽ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 193 മത്സ്യത്തൊഴിലാളികളും പാകിസ്ഥാന്റെ തടവിൽ ഉണ്ട് എന്നുള്ളതും ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാവുകയാണ്. എന്തായാലും ഇതിൽ 80 പേരുടെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് രാജ്യത്തേക്ക് തിരിച്ചുവിടണമെന്നുള്ള ഒരു അപേക്ഷ കൂടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ആളുകളുടെ ഈ പേപ്പർ വർക്കുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരിച്ചു നൽകാമെന്നുള്ള നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2008 ഉഭയകക്ഷി കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ പട്ടിക കൈമാറിയിരിക്കുന്നത്. നിലവിൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്രപരമായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള തടവുകാരുടെ ശിക്ഷാ നടപടികൾ പൂർത്തീകരിച്ച തടവുകാരെ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാനുള്ള കരാറിലേക്ക് കൂടി ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.